ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് പാൽ ഒഴിച്ച ഒരു മുട്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള സാധനങ്ങളാണ് ഈ കാണിക്കുന്നത്. അപ്പം നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 4 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം 4 മുട്ട എടുത്ത് നമ്മൾ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് അടപ്പ് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് മസാലക്ക് തയ്യാറാക്കാനുള്ള ചട്ടി വെക്കാം. ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ ഇവിടെ എടുക്കുന്നത് 3 സവാളയാണ്. ചെറിയ സവാളയാണ് എടുക്കുന്നത്. 3 സവാള ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നില്ല, നമ്മൾ സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സവാള ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നല്ല രീതിക്ക് വാട്ടാം. നല്ല രീതിക്ക് വാടുന്നത് വരെ നമുക്ക് ഇതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിക്ക് വാട്ടി ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ വാട്ടിയെടുക്കാം. ബ്രൗൺ ഷെയ്ഡായിട്ട് വാടി വരുന്നതിന് ശേഷം നമുക്ക് ഇവിടെ എടുക്കുന്നത് 3 പച്ചമുളകാണ്. 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ എടുക്കുന്നത് ഒരു തക്കാളിയാണ്. ചെറുതാക്കി എടുത്ത തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. കൊടുത്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇളക്കിയതിന് ശേഷം നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് 1.5 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വാടിയതിന് ശേഷം നമ്മൾ ആ മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മസാലകൾ ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിക്കുന്നുള്ളൂ. നമ്മൾ പാൽ വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് പാലാണ് നമ്മൾ കൂടുതലും എടുത്തിരിക്കുന്നത്. പാൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് കൊടുക്കാം. പാൽ ആദ്യം തന്നെ ഒഴിച്ചാൽ പിരിയണത് കൊണ്ടാണ് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ 1 കപ്പ് പാലെടുക്കുന്നുണ്ട്. 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ആ പാലൊന്നാട് ഒഴിച്ചു കൊടുക്കാം. കവർ പാലാണ് കേട്ടോ പറയുന്നത്, തേങ്ങാപ്പാലല്ല. അതിനുശേഷം നല്ല രീതിക്ക് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. അപ്പം ചട്ടി നല്ല രീതിക്ക് തിളച്ച് വരുന്നുണ്ട്. അത് തിളച്ച് കുറച്ചു നേരം വറ്റിയതിനു ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും വേപ്പിലയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞ് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇളക്കി കൊടുക്കാം. നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മസാല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പുഴുങ്ങിയ 4 മുട്ട ഇട്ട് കൊടുക്കാം. 4 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പാല് നല്ല രീതിക്ക് തിളച്ച് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഇച്ചിരി പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല രീതിക്ക് നല്ല ടേസ്റ്റ് വരും.
അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നത് നല്ല അടിപൊളി വെള്ളയപ്പമാണ്. വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വെള്ളയപ്പം ചുട്ട് അതും കൂടെ ചുട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. നല്ലോണം പൊന്തി വരുന്ന വെള്ളയപ്പമാണ്. അപ്പോൾ അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കാൻ വന്നത് വെള്ളയപ്പവും നല്ല അടിപൊളി മുട്ടക്കറിയായിട്ടാണ്, പാലൊഴിച്ച മുട്ടക്കറിയായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ഇടണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.